എപ്രകാരമാണ് നാം ദൈവ കരുണയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കിയെടുക്കാൻ കഴിയുന്നത്? എങ്ങനെ ഒരുങ്ങിയാലാണ്? നമുക്കറിയാം, കരുണയുടെ വർഷം കടന്നുപോയി, കരുണയുടെ കവാടങ്ങളിലൂടെ നമ്മൾ കടന്നു. ഒത്തിരിയേറെ ദൈവ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. 3 മണി സമയത്ത് ദൈവ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. കരുണയുടെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, വർഷമാചരിച്ചു, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ സംശയം. നമുക്ക് ഈ ദൈവ കരുണ അതിൻ്റെതായ പൂർണ്ണതയിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും കുറവുണ്ടോ? ഈ കരുണ സ്വന്തമാക്കേണ്ടതിനെ കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. തിരുവചനത്തിലൂടെ ഈശോ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണത്. ഇത് മറ്റൊന്നും കണ്ടല്ല, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവകരുണ സ്വന്തമാക്കിയെടുക്കണമെങ്കിൽ മനുഷ്യൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതവൻ ചെയ്യണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇന്നൊരു രീതിയുണ്ട്, ദൈവം കരുണയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ദൈവം കാരുണ്യവാനാണ്, അതുകൊണ്ട് തന്നെ ചെറിയ പാപങ്ങളൊന്നും അവിടുന്ന് കണക്കിലെടുക്കില്ല. എന്റെ ബലഹീനത കർത്താവിനറിയാം, മനുഷ്യനല്ലടാവേ, ഇതും തൊട്ടത്ര വലിയ കാര്യമാണോ? അങ്ങനെ നമ്മിൽ പലരും ദൈവ കരുണയെ ലാഘവത്വത്തോടു കൂടി കാണാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഈ കരുണയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുമ്പോ നീതിയുടെ ദിനങ്ങൾക്ക് മുമ്പുള്ള ദൈവസ്നേഹ പാരമ്യത്തിന്റെ ഒരു സമയമാണ് കരുണയുടെ സമയം. അത് കരുണയിൽ തന്നെ അവസാനിക്കുന്നില്ല, അത് നീതിയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കരുണ 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 എന്ന് പറഞ്ഞ് കരുണ പ്രഘോഷിച്ച് എന്തു ചെയ്താലും കുഴപ്പമില്ല, ദൈവം ക്ഷമിക്കും, ദൈവം കാരുണ്യവാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, പ്രിയപ്പെട്ട മക്കളെ, ഈ ദൈവ കരുണ നമുക്ക് ലഭിക്കാതെ പോകും. അതുകൊണ്ട് അറിയണം, നീതിയുമായിട്ട് എന്താണ് നീതി? അതായത് ദൈവത്തിന്റെ നീതിക്കനുസരിച്ച്, ന്യായത്തിനനുസരിച്ച് ഒരു സംഭവം എടുക്കാം. വിശുദ്ധ ബൈബിളില് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ തിരുവചന ഭാഗത്തില് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോ അടുക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് സംഭവം അറിയാം. അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഇതാ മോശയുടെ നിയമപ്രകാരം ഫരിസയരും നിയമജ്ഞരും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിക്കാണ്, നിയമപ്രകാരം ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്, നീ എന്താണ് പറയുന്നത്? നമുക്കറിയാം, ഈശോ കൊല്ലാൻ വന്നവനല്ല, ഈശോ ജീവൻ നൽകാൻ വേണ്ടി വന്നവന്. പാപമേറ്റെടുത്ത് മാനവകുലത്തെ മോചിപ്പിച്ച്, മരണത്തിൽ നിന്ന് മോചിപ്പിച്ച് ജീവൻ നൽകി തന്റെ കരുണയാൽ രക്ഷിക്കാൻ വേണ്ടി വന്ന യേശു ഒരിക്കലും കൊല്ലാൻ വേണ്ടി വന്നവനല്ല. അവസാനം നമ്മൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയിട്ടെന്ന് പറയുമ്പോ എല്ലാവരും പോയി. അവസാനം ഈശോ മാത്രമുണ്ട്. ഈശോയ്ക്ക് അവളെ കല്ലെറിയാം, കാരണം പാപം ചെയ്യാത്തവനാ ഈശോ. ന്യായത്തോടും നീതിയോടും കൂടെ നിയമത്തിന് അനുസൃതമായിട്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ യേശുവിന് അധികാരമുണ്ട്. എന്നാൽ ഈശോ അവിടെ എന്താ പറഞ്ഞേ? മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയെക്കുറിച്ച് പറയുമ്പോ ഇങ്ങനെ പറയാറുണ്ട്, അർഹിക്കുന്നത് തരാത്തതാണ് കാരുണ്യം എന്ന് പറഞ്ഞാല്, ആ സ്ത്രീയെ സംബന്ധിച്ച്, ആ പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് അർഹതപ്പെട്ടത് ഈ മരണമാ. എന്നാൽ ആ മരണം അർഹിക്കുന്നത് അവൾക്ക് തരാതെ, അതിനെക്കുറിച്ച് നമുക്കറിയാം. എങ്ങനെയാണ് അവളെ ഈശോ പറഞ്ഞു വിടുന്നത്? എന്റെ പൊന്നുമോളെ, നിനക്ക്
അർഹതപ്പെട്ട മരണത്തെ, നിനക്ക് അവകാശപ്പെട്ട മരണത്തെ നിനക്ക് തരാതിരിക്കാൻ നിനക്ക് പകരം ഞാൻ മരിച്ചോളാം. അതാ കരുണ. ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞ നമുക്ക് അവകാശപ്പെട്ട, നമുക്ക് അർഹതപ്പെട്ട മരണം നമുക്ക് തരാതിരിക്കാൻ യേശു നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണത്തിന്റെ യോഗ്യതയിലാണ് ഈശോ അവൾ മരണത്തിന് അർഹയായിരുന്നിട്ടും അവളെ കൊല്ലാതെ, മരണത്തിന് വിധേയയാക്കാതെ പറഞ്ഞു വിട്ടിട്ട് പറയാ, മേലിൽ പാപം ചെയ്യരുത്. അതാണ് മക്കളെ നീതി. ഈ നീതിയോടെ അവൾ ജീവിച്ചാലാണ് അവൾക്ക് മരണത്തിന് അടിമപ്പെടാതെ ജീവിക്കാൻ കഴിയൂ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് തന്നെയാണ് കരുണയുടെ വലിയ സന്ദേശം. എന്താണ്? മേലിൽ പാപം ചെയ്യാതെ നീതിയോടെ ജീവിക്കണം. അതിനുവേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ പലവട്ടം ഡയറി കുറിപ്പുകളിൽ നമ്മൾ കാണുന്നുണ്ട്. കരുണ സ്വന്തമാക്കാൻ തന്റെ മക്കൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഈശോ പറയാ. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പില് 699 നാം വായിക്കുന്നുണ്ട്, എന്റെ കരുണയുടെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എന്നിട്ട് പറയാ, പ്രസാദപരത്തിന്റെ വൻകടൽ ഞാൻ ഒഴുക്കും. കരുണയുടെ തിരുനാളിനെ കുറിച്ച് പറയാ. അന്നേ ദിവസം എന്നാണ് കരുണയുടെ തിരുനാൾ ദിവസം. നമ്മൾ ദിവസങ്ങളൊക്കെ നൊവേനിലൂടെയും ഈ കൺവെൻഷനിലൂടെയും ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഈ തിരുനാളിന് വേണ്ടി. അന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പറയാ. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. പരിപൂർണ പാപമോചനം, കാലിക ശിക്ഷ, കടങ്ങൾ, അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. അന്നേ ദിവസം പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നിടും. ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും എന്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. ഇവിടെ നാം കാണുന്നത് ഈ കരുണയ്ക്ക് വേണ്ടി ഏത് പാപാവസ്ഥയിലാണേലും, ഏത് കടും ചുമപ്പുള്ള പാപത്തിന്റെ കഠിനതയിലാണേലും പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വരണം. അവൻ ചെയ്യേണ്ട കാര്യമാണ് ഈ കരുണ സ്വന്തമാക്കാൻ കർത്താവിന്റെ അരികിലേക്ക്, കരുണാർദ്ര ഹൃദയത്തിലേക്ക് കടന്നു വരണം. എങ്ങനെ? കുമ്പസാരിച്ച് പാപങ്ങൾ വിട്ടുപേക്ഷിച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മനസ്സ് വെച്ച് തന്റെ മനസ്സുകൊണ്ട് സ്വാതന്ത്ര്യത്തില് തീരുമാനമെടുത്തുകൊണ്ട് അവൻ തിരിച്ചു വരണം. അങ്ങനെ വന്നാലാണ് ഈ കരുണ സ്വന്തമാക്കി എടുക്കാൻ കഴിയത്തുള്ളൂ. ഇതിനെക്കുറിച്ച് ഭയാനകമായ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു താക്കീതും സന്ദേശവും ഈശോ ഫൗസ്റ്റീനായോട് പറയുമ്പോ 1728 ഇത് വായിച്ചു വെപ്പുണ്ടല്ലോ. വളരെയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടെന്ന് ഈശോ പറയാ. 1728 നാം വായിക്കാണ്. എഴുതുക, ഞാൻ ത്രൈശുദ്ധനാണ്, ത്രൈശുദ്ധനാണ്, എല്ലാ തരത്തിലും ശുദ്ധനാണ്. ഈശോ പറയാ, ഏറ്റവും നിസ്സാരമായ പാപം പോലും ഞാൻ വെറുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവകരുണ സ്വന്തമാക്കാൻ വേണ്ടി നമ്മള് യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ ഏറ്റവും നിസ്സാരമായ പാപം കർത്താവ് വെറുക്കുന്നു. ഒത്തിരി മക്കള് ഈ കരുണയുടെ പേരും പറഞ്ഞ് നിസ്സാര പാപങ്ങള്, കൊച്ചു കൊച്ചു പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് മദ്യപാനം, സാധാരണ എല്ലാവരും ചെയ്യുന്നത്, ഇതിപ്പം തൊട്ടത്ര ഒരു കാര്യമാണ്. അങ്ങനെ പല പാപങ്ങളെയും ലാഘവത്വത്തോടും ലഘൂകരിച്ചും കണ്ടുകൊണ്ട് ദൈവകാരുണ്യവാനാണെന്ന് പറയുമ്പോ ഇവിടെ ഈശോ പറയാ, വലിയ ശക്തമായ താക്കീത്. കർത്താവ് പറയാണ്, ഏറ്റവും നിസ്സാരമായ പാപം പോലും ഞാൻ വെറുക്കുന്നു. ഈശോ പറയാ, പാപത്തിന്റെ കറയുള്ള ഒരാത്മാവിനെ എനിക്ക് സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല.
കേട്ടോ മക്കളെ, പാപത്തിന്റെ കറയുള്ള ഒരു ആത്മാവിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് ഈശോ പറയാ. അപ്പൊ ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കി യേശുവിലേക്ക് വരുമ്പോൾ പാപത്തിന്റെ കറയില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കുമ്പസാരിച്ച് യേശുവിലേക്ക് വരണമെന്ന് വീണ്ടും പറയാ. എന്നാൽ മനസ്തപിക്കുന്ന ഒരാത്മാവിനോടുള്ള എന്റെ ഔദാര്യത്തിന് അറുതിയില്ല. പ്രിയപ്പെട്ട മക്കളെ, മനസ്തപിച്ച് അനുതപിച്ച് തമ്പുരാനോട് ഐക്യപ്പെടാൻ വേണ്ടി വരുമ്പോ എന്റെ ഔദാര്യത്തിന് അറുതിയില്ല. അതാണ് ഈശോ പറഞ്ഞ്, എന്റെ കരുണ നിലയില്ലാത്ത കടല് പോലെയാണ്. ഒരുവന്റെ പാപം ഈ ഭൂമിയിലെ എല്ലാ മണൽത്തരികളെക്കാളും അധികമായി കൊള്ളട്ടെ, അവൻ അനുതപിച്ച് എന്റെ കരുണയിലേക്ക് തിരിഞ്ഞാൽ ഞാൻ അവനോട് കരുണ കാണിക്കും. അപ്പോ മനസ്തപിച്ച് അനുതപിച്ച് കർത്താവിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഔദാര്യത്തിന് അറുതിയില്ല. വീണ്ടും പറയാ, എന്റെ കരുണ അതിനെ ആശ്ലേഷിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വന്നാൽ കർത്താവിന്റെ കരുണ ഈ ആത്മാവിനെ ആശ്ലേഷിച്ച് അവനെ നീതീകരിക്കുന്നു. കാരണം പാപത്തിന്റെ വേദന മരണം തന്നെയാ. അതിനെ ഈശോ നീതീകരിക്കും എന്ന് പറഞ്ഞാൽ നീതിയില്ലാത്തവനല്ല, കാരുണ്യവാനായ കർത്താവ് നീതിമാൻ തന്നെയാ. പക്ഷെ ആ കരുണയിൽ പാപം ഏറ്റെടുത്ത് കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട ബലിയുടെ പൂർണ്ണതയിൽ കരുണ ഭക്ഷിച്ചുകൊണ്ട് നീതീകരിക്കുന്നു. വീണ്ടും പറയാ, എന്റെ കരുണയാൽ പാപിയെ അവരുടെ വഴികളിൽ ഞാൻ പിന്തുടരുകയും, കേട്ടോ, എന്റെ കരുണയാൽ പാപിയെ അവരുടെ വഴികളിൽ ഞാൻ പിന്തുടരുകയും അവർ എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്റെ ഹൃദയം സന്തോഷിക്കുകയും എനിക്ക് നൽകിയ കയ്പുകൾ, എനിക്ക് നൽകിയ കയ്പുനീർ ഞാൻ മറക്കുകയും അവരുടെ തിരിച്ചു വരവിൽ ആനന്ദിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളായി നമ്മൾ പാപം ചെയ്ത് അകന്നു പോകുമ്പോ ദൈവത്തിന്റെ കരുണ നമ്മെ പിന്തുടരുന്നുണ്ട്. ആ അവസ്ഥയിൽ യേശുവിന് ഒത്തിരിയേറെ കയ്പുനീര് നമ്മൾ കൊടുക്കുക. വേദനയുടെ, സഹനത്തിന്റെ, പീഡാനുഭവത്തിന്റെ നൊമ്പരങ്ങള് നമ്മുടെ പാപങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ കയ്പുനീര് കർത്താവ് പറയാണ്, ആ കയ്പുനീർ ഞാൻ മറക്കും, ആ കയ്പുനീര് ഞാൻ മറക്കും എന്ന് പറയാ. അവരുടെ തിരിച്ചുവരവിൽ ആനന്ദിക്കുകയും ചെയ്യും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 15-ാം അധ്യായത്തില് നഷ്ടപ്പെട്ടു പോയ നാണയം തിരികെ കിട്ടുമ്പോ, നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കിട്ടുമ്പോ സന്തോഷിക്കുന്ന ദൈവം, സന്തോഷിക്കുന്ന സ്വർഗം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വലിയ സന്തോഷം നമ്മുടെ തിരിച്ചുവരവിൽ ഒരു പാപിയുടെ മാനസാന്തരപ്പെട്ട് അല്പം പോലും കറയില്ലാത്ത അവസ്ഥയിൽ അനുതാപത്തോടെ സുബോധത്തോടെ തിരിച്ചു വരുമ്പോൾ സ്വർഗം ഈ ആത്മാവിൽ സന്തോഷിക്കും. ഇനി വീണ്ടും വലിയൊരു താക്കീത്, അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ 2-ാം ഭാഗത്ത് ഈശോ പറയും, ഒരു വ്യക്തിയും എന്റെ കരത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് പാപികളോട് പറയുക. വിശുദ്ധ ഫൗസ്റ്റീന കരുണയുടെ പ്രവാചികയാണ്. ഈശോയുടെ കരുണയുടെ സെക്രട്ടറി എന്ന് പറയാം. ഈശോ അങ്ങനെ വിളിക്കുന്നത്, എന്റെ സെക്രട്ടറി എന്ന് വിളിക്കാം. ഈ മകളോട് ഈശോ പറയാ, ലോകമെങ്ങും പോയി എന്റെ കരുണയുടെ സന്ദേശം പ്രഘോഷിക്കാനും ദൈവമക്കൾ, ലോകത്തിലെ എല്ലാ മക്കളും ഈ കരുണയിലേക്ക് തിരിച്ചു വരാനും കർത്താവിന്റെ കരുണ പ്രഘോഷിക്കാനും ഭയപ്പെടാതെ കടന്നു വരുവാൻ എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യാനും ഈശോ പറഞ്ഞിട്ട് ഇവിടെ പറയാണ്, ഒരു വ്യക്തിയും എന്റെ കരത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് പാപികളോട് പറയാം. നീ കേട്ടോട്ടോ, എന്റെ കരുണാർദ്ര ഹൃദയത്തിൽ നിന്ന് അവർ ഓടി അകന്നാൽ, ദൈവം കാരുണ്യവാനാ, മാടി വിളിക്കുന്നുണ്ട്. പാപത്തെ വിട്ടുപേക്ഷിച്ച് തിരിച്ചു വരുവാൻ ദൈവം അവസരം കൊടുക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയാ, എന്നാൽ എന്റെ കരുണാർദ്ര ഹൃദയത്തിൽ നിന്ന് അവർ ഓടിയകന്നാൽ എന്റെ നീതിയുടെ കരങ്ങളിൽ അവർ കുടുങ്ങും. യേശുവേ, ഇതാണ്
എന്റെ കരുണാർദ്ര കരങ്ങളിൽ നിന്ന് ഓടിയകന്നാൽ എന്റെ നീതിയുടെ കരങ്ങളിൽ അവർ കുടുങ്ങും. അതൊരു ഭയാനകമായ ഒരു മുന്നറിയിപ്പാ. ദൈവം കാരുണ്യവാനാണ്, കരുണ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കരുണയിൽ നമ്മൾ വേണ്ട പോലെ തിരിച്ചു വന്ന് അഭയം പ്രാപിച്ചില്ലെങ്കിൽ കർത്താവിന്റെ നീതിയുടെ കരമുണ്ട്. നീതിയുടെ വിധിയാളനായ കർത്താവിന്റെ കരങ്ങളിൽ കുടുങ്ങും. എന്നിട്ട് പറയാണ്, ഞാൻ പാപികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് അവരോട് പറയുക. എനിക്ക് വേണ്ടി അവരുടെ ഹൃദയം എന്ന് തുടിക്കുമെന്നറിയാൻ അവരുടെ ഹൃദയ തുടിപ്പുകളെ ഞാൻ ശ്രദ്ധയോടെ നോക്കി വീക്ഷിക്കുന്നു. കേട്ടോ, നമ്മുടെ ഹൃദയങ്ങൾ യേശുവിന് വേണ്ടി തുടിക്കുന്നുണ്ടോ എന്നറിയാൻ അവിടുന്ന് നമ്മുടെയും ഓരോ പാപികളുടെയും ഹൃദയ തുടിപ്പുകളെ നിരീക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അത്രമാത്രം ശ്രദ്ധയോടെ ഹൃദയ തുടിപ്പുകളെ പോലും മാനസാന്തരപ്പെടുന്നുണ്ടോ, പശ്ചാത്തപിക്കുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ, ആ ഹൃദയത്തിന്റെ തുടിപ്പുകളെ പോലും നിരീക്ഷിച്ചുകൊണ്ടാണ് കർത്താവ് തന്റെ മക്കളെ തന്റെ കരുണയാൽ നിറയപ്പെടുവാൻ വിളിക്കുന്നത്. എന്താ പറയാ? എഴുതുക. പശ്ചിനാമയോട് പറയാ, എഴുതുക. പശ്ചാത്താപപൂർണമായ അവരുടെ മനസാക്ഷിയിലൂടെയും. നമുക്കറിയാം, നമ്മുടെയൊക്കെ മനസാക്ഷിയില് ദൈവത്തിന്റെ സ്വരം വരും. തെറ്റാണ്, പാപാണ്, അതിൽ വീണ് പോകല്ലേ. ദൈവത്തിന്റെ സ്വര മനസാക്ഷി. പക്ഷെ മനസാക്ഷിയെ നമ്മള് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ മനസാക്ഷി കഠിനമായി പോകും. കുറച്ച് ആദ്യം മനസാക്ഷി നല്ല ഉപദേശം തരും, ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ വീണ്ടും 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 മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാതെ, ശ്രദ്ധിക്കാതെ, ഗവനിക്കാതെ അവഗണിച്ചാൽ പിന്നീട് മനസാക്ഷി മരവിച്ചു. അത് മറ്റൊരു തലമാണ്. ഈശോ പറയാണ്, അവരുടെ മനസാക്ഷിയിലൂടെയും ചില പരാജയങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും ഇടിയിലും കൊടുങ്കാറ്റിലൂടെയും സഭയുടെ സ്വരത്തിലൂടെയും ഞാൻ അവരോട് സംസാരിക്കുന്നു. തിരിച്ചു വരാൻ വേണ്ടിയേ, കർത്താവിന്റെ കരുണയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ചില സഹനങ്ങള്, രോഗങ്ങള്, തകർച്ചകള്, ചില പീഡനങ്ങള്, മഹാമാരി, ഇതിലൂടെയൊക്കെ സഭയുടെ സ്വരം, ദൈവത്തിന്റെ വചനം, ധ്യാനങ്ങള്, വചന പ്രഘോഷണങ്ങള്, സഭയുടെ സ്വരം, അതിലൂടെയൊക്കെ ഞാൻ അവരോട് സംസാരിക്കുന്നു. ഇവിടെ പറയാ, എന്നിട്ടും അവർ എൻ്റെ കൃപകളെ നിരസിക്കുകയാണെങ്കിൽ അവരോട് കോപിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്ക് അവരെ തനിയെ വിട്ടുകളയുകയും ചെയ്യുന്നു. കണ്ടോ, ഒരു പാപി അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ പാപം ചെയ്യുമ്പോ അവൻ സ്വയം നശിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അത് അവന്റെ തീരുമാനമാണ്. പാപത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നവൻ സ്വയം നശിക്കാൻ തീരുമാനിക്കുക. അതാ പറയാം, ഇതെല്ലാം ചെയ്ത് ഞാൻ അവരെ വിളിച്ചിട്ടും അവർ എന്റെ കൃപകള്, ഈ ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ വലിയ കൃപയത്, അനുഗ്രഹത്, അഭിഷേകത്, അത് നിരസിച്ചാൽ, എന്റെ കൃപകളെ അവർ നിരസിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് കോപിക്കും. കാരുണ്യവാനായ ഈശോ പറയാ, ഞാൻ അവരോട് കോപിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്ക് അവരെ തനിയെ വിട്ടുകളയും. ദൈവം വിട്ടുകളയുന്നു. ഈ വചനം, ഈ ഒരു സന്ദേശം ഒന്ന് ശ്രമിക്കണം മക്കളെ. 1728 ശരിക്കും ഇരുന്ന് ഈ കരുണയുടെ സന്ദേശത്തില് എങ്ങനെ കരുണ അനുഭവിക്കാൻ പറ്റും, എങ്ങനെ കരുണ സ്വന്തമാക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഈശോ പറയാണ്. അതാണ് അവിടെ ഏറ്റവും പറഞ്ഞത്, ഏറ്റവും നിസാരമായ പാപം പോലും ഞാൻ വെറുക്കുന്നു. പാപത്തിന്റെ കറയുള്ള ആത്മാവിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കണോ? നീ ഇപ്പോൾ പാപിയായിരിക്കാം, ഒത്തിരിയേറെ മ്ലേച്ഛതയിലും അശുദ്ധിയിലും ഒക്കെ ജീവിച്ച വ്യക്തിയായിരിക്കാം, കടും ചുമപ്പായ പാപത്തിന്റെ മേഖലയായിരിക്കാം. പക്ഷേ നീ തിരിച്ചു വരുമ്പോൾ ഈ പാപത്തെ നമ്മൾ പരിപൂർണമായും വിട്ടുപേക്ഷിക്കണം.
ആ ഒരു തീരുമാനം വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. 1109 വിശുദ്ധ ഫൗസ്റ്റീൻ അടീശ പറയാ, എന്റെ കരുണയുടെ തിരുനാളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പൂർണ്ണമായ പൊറുതി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവകരുണ സ്വന്തമാക്കി എടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വലിയ കാര്യമാണ് ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടെ കുമ്പസാരിച്ച്. ഇനി കുമ്പസാരത്തെ കുറിച്ച് പറയുമ്പോഴാണ് വീണ്ടും നമ്മൾ ഒരു പൂർണ്ണതയിലേക്ക് വരേണ്ടത്. കർത്താവ് പറഞ്ഞില്ലേ, ചെറിയ പാപത്തിന്റെ കറ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരണം. ഇന്ന് എത്രമാത്രം ദൈവകരുണയുടെ അനുഭവങ്ങളും പ്രാർത്ഥനകളും കരുണയുടെ വർഷവും കരുണയുടെ മണിക്കൂറും ദൈവകരുണയുടെ ഒത്തിരി പ്രഘോഷണങ്ങളും ധ്യാന കേന്ദ്രങ്ങളും കൺവെൻഷനുകളും എല്ലാം നടന്നിട്ടും ഈ പറഞ്ഞ പോലെ കർത്താവിന്റെ കരുണയുടെ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് ദൈവജനത്തിന് സ്വന്തമാക്കാൻ കഴിയാതെ പോയി? അതാണ് മക്കളെ, നമ്മൾ ശരിയായ നീതിയുടെ ഒരു ജീവിതത്തിലേക്ക് വരാതെയാണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞ നല്ല കുമ്പസാരം അതെന്താണ്? 5 കാര്യങ്ങൾ നമുക്കറിയാം. പാപങ്ങളെ കുറിച്ച് ക്രമമായിട്ട് ഓർക്കണം. നാളുകളൊക്കെ ഈ നോമ്പിന്റെ കാലത്തില് നമ്മൾ അച്ഛന്മാര് കുറെ ഇടവകൾക്ക് കുമ്പസാരിപ്പിക്കാൻ വേണ്ടി പോയതിന്റെ അനുഭവം പങ്കുവെക്കണ്ടേ. ചില ആളുകള്, അച്ഛാ 5 വർഷമായി കുമ്പസാരിച്ചിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അച്ഛാ, വിശേഷമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്തെങ്കിലും 1-2 പാപം പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഒഴുക്കി വിടും. നമ്മളൊക്കെ ഓർക്കുക, 2 ആഴ്ച കൂടുമ്പോ കുമ്പസാരിക്കുമ്പോ ശരിക്കും മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് പാപത്തിന്റെ അല്പം പോലും കറയില്ലാത്ത പോലെ കുമ്പസാരിക്കുമ്പോ പേജുകളെ എഴുതേണ്ടി വരും. നമ്മള് അത്രമാത്രം പാപങ്ങളുണ്ട് നമുക്ക്. എന്നാല് ഒരു ലാഘവത്വത്തോടെ ആണ്ടുകുമ്പസാരത്തിന്റെ പേരും പറഞ്ഞ് ദിവസങ്ങളൊക്കെ ആണ്ടുകുമ്പസാരും എന്ന് പറഞ്ഞ പെസഹ വ്യാഴാഴ്ച ആ ബുധനാഴ്ച വൈകിട്ട് കുമ്പസാരിച്ചു, പെസഹ വ്യാഴാഴ്ച കുർബാന പങ്കെടുത്തു, കുർബാന സ്വീകരിച്ചു, അതോടെ അവന്റെ കൂദാശ ജീവിതം തീർന്നു. ആണ്ടുകുമ്പസാരം. എന്നിട്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവകരുണയൊന്നും നമുക്ക് ലഭിക്കാൻ പോണില്ല. പാപത്തിന്റെ കറകളൊക്കെ വിട്ടുപേക്ഷിക്കാൻ, മാറ്റുകളയാൻ പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കണം. ദൈവപ്രമാണങ്ങൾ വെച്ച്, ദൈവവചനം വെച്ച്, തിരുസഭയുടെ കൽപ്പനകൾക്കനുസരിച്ച്, കൂദാശ ജീവിതത്തിനനുസരിച്ച് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇരുന്ന് പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കണം. പോരാ, പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കണം. ഇതറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, ആത്മാർത്ഥമായിട്ട് അതിന്റെ ചൈതന്യത്തില് അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കണം. പശ്ചാത്താപം. ചില ആളുകൾക്ക് ഒരു ചടങ്ങ, നോടിപ്പോയി കുമ്പസാരിക്കും, എന്തൊക്കെ പറഞ്ഞു, കുമ്പസാരിച്ചെന്ന പേരുമായി മനസ്സിനൊരു ചെറിയൊരു ആശ്വാസമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ആഴത്തിലുള്ള അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ കുമ്പസാരിച്ച് പാപങ്ങളെല്ലാം ഏറ്റുവരണം. ഇനി അടുത്തൊരു ഇതുണ്ട്, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. ഈ ദൈവകരുണ സ്വന്തമാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കടങ്ങളുണ്ട്. നമുക്കറിയാം, ദൈവകരുണയുടെ തിരുനാളില് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ദണ്ഡവിമോചനം. എന്താണ് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ എല്ലാ പാപങ്ങൾക്കും 2 ശിക്ഷയുണ്ട്. നിത്യശിക്ഷ, കാലിക ശിക്ഷ. നിത്യശിക്ഷ എന്താണ്? മാരക പാപത്തിൽ ജീവിച്ച് മാനസാന്തരപ്പെടാതെ മരിക്കുന്ന വ്യക്തിക്ക് നിത്യശിക്ഷയാണ്. ഇനി ലഘുപാപങ്ങൾ കുമ്പസാരിച്ചു എങ്കിലും ഓരോ പാപത്തിനും ഒരു കാലിക ശിക്ഷയുണ്ട്. ഏറ്റുപറഞ്ഞ പാപമാണേലും ലഘുപാപങ്ങളാണേലും പ്രിയപ്പെട്ട മക്കളെ, പാപത്തിന് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാലും ഒരു കടം, ഒരു ശിക്ഷ ബാക്കിയുണ്ട്.
അതുകൊണ്ട് ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോ നീ ഏത് മാരക പാപം ചെയ്തിട്ട് കുമ്പസാരിച്ച തീരൊന്നുമില്ല. കാലിക ശിക്ഷയുണ്ട്. നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവ് ലഭിക്കും, പക്ഷെ കാലിക ശിക്ഷയുണ്ട്. അത് ഇവിടെ വെച്ചോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തോ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഈ പൂർണ്ണ ദണ്ഡ വിമോചനം എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്ത ഏറ്റുപറഞ്ഞ മാരകപാപത്തിന്റെയും ലഘുപാപത്തിന്റെയും അവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സഹിക്കേണ്ടിയിരിക്കുന്ന ശിക്ഷയുണ്ട്, കാലിക ശിക്ഷ. അതിൽ നിന്ന് കർത്താവ് നമ്മെ മോചിപ്പിക്കും. അതാണ് പ്രിയപ്പെട്ട മക്കളെ പൂർണ്ണ ദണ്ഡ വിമോചനം. ഇത് നമുക്ക് ഈ പുതു ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളില് ദൈവമായ കർത്താവ് തന്റെ മക്കളെ നിറച്ചനുഗ്രഹിച്ച് പുതിയ സൃഷ്ടികളാക്കി മാറ്റുക. അതിന് വേണ്ടെന്നറിയോ? ഇങ്ങനെ പറയുന്നേ, പൂർണ്ണദണ്ഡ വിമോചനത്തിന്റെ വലിയൊരു കണ്ടീഷനാണ്, ഒരു നിയമമാണ്, എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുകയും പിന്നീട് ആ പാപം ചെയ്യാതിരിക്കുകയും ചെയ്താൽ, ആ അവസ്ഥയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് യേശുവിനെ സ്വന്തമാക്കി പിന്നീട് യേശുവിന്റെ കൂടെ ജീവിച്ചാൽ അവന് അവൾക്ക് ഈ കാലിക ശിക്ഷ അനുഭവിക്കാത്ത വിധത്തിൽ ദൈവം അവരെ മോചിപ്പിക്കും, പൂർണ്ണ ദണ്ഡവിമോചനം നൽകി അനുഗ്രഹിക്കും, എല്ലാ കാലിക ശിക്ഷയിൽ നിന്നും മോചനം നൽകും. അതിനുവേണ്ട വലിയ കാര്യമാണ് മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. ഓർത്തേക്ക്, നമ്മുടെ മനസ്താപ പ്രകടനം കുമ്പസാരം കഴിയുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. മനസ്താപ പ്രകടനം എന്ത് പവർഫുൾ പ്രയറാ. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എത്ര പേര് ഈ മനസ്താപ പ്രകടനത്തെ അർത്ഥം മനസ്സിലാക്കി, പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ആ ചൈതന്യത്തില് ആനത്തത്തോടെ ജീവിക്കുന്നുണ്ട്? നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇരുന്ന് മനസ്സിരുത്തി, പ്രത്യേകിച്ചും ദൈവകരുണയ്ക്ക് വേണ്ടി ഒരുക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെയും മാനസാന്തര ജീവിതത്തെയും അതിനുശേഷമുള്ള ജീവിതത്തെയും ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാ. ഇവിടെ പറയുന്നുണ്ട്, എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാനും യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ, വാക്കാണ്, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു. എന്റെ പാപങ്ങൾ ഞാൻ വെറുക്കുന്നു. ഇതൊക്കെ ഉണ്ടാവണട്ടാ, പാപങ്ങളെ വെറുക്കണം. ഇന്ന് പലരും പാപം ചെയ്തിട്ട് വീണ്ടും പാപം ചെയ്യും. വെറുക്കണമെന്നില്ല, വെറുക്കണം. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാൽ ഞാൻ ഖേദിക്കുന്നു, ഖേദിക്കണം. ഇതൊക്കെ പറയും വേണ്ടില്ല. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോന്നൊന്ന് പരിശോധിക്കണം. വെറുക്കുന്നുണ്ടോ പാപത്തെ? പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ടോ? ഈ പാപത്തെ ഓർത്ത് നിനക്കൊരു ഖേദമുണ്ടോ? ചില ആൾക്കാർക്ക് ഒരു ഖേദമില്ല, ഒരു വെറുക്കലുമില്ല. ആത്മാവ് നശിച്ചു അല്ലെങ്കിൽ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു, അതിനെ ചൊല്ലി ഒരു വേദനയില്ല. ഇവിടെ പറയാണ്, അങ്ങനെ തീരുമാനമെടുത്തിട്ട് ഞാൻ ഖേദിക്കുന്നു എന്നിട്ട് പറയാണ്, അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നുവെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ദൃഢമായിട്ട്, വാക്കുകൾക്കൊക്കെ ഭയങ്കര തീവ്രതയുണ്ട്. ദൃഢമായിട്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതൊക്കെ ശരിക്കും ചിന്തിക്കണട്ടാ. എന്നിട്ട് പറയാണ്, പിന്നെ ചാവേറിന്റെ ഒരു പറച്ചില എന്താണ്? ഇനിമേൽ പാപം ചെയ്യുക എന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധന. ഒന്ന് ഓർത്തേക്ക്, മരിക്കാൻ ചാവേറ്. മരിയ കൊരത്തിനെ പോലെ, രക്തസാക്ഷികളെ പോലെ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ശരീരത്തില് പാപം ചെയ്ത് ദേവാലയത്തെ നശിപ്പിക്കുന്നതിനേക്കാളും ഭേദം മരിക്കാൻ. ഇനിമേൽ പാപം ചെയ്യുന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. ഞാനിത് പറയുമ്പോൾ ധ്യാനങ്ങൾക്കൊക്കെ ചോദിക്കാറുണ്ട്, അതായത് എന്താ പറഞ്ഞേ? ഇനിമേൽ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ്.
ചങ്കിത്തട്ടി പറയണം. അങ്ങനെ പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ ചോദിക്കും, നിങ്ങളോട് ചോദിക്കാണ്, എന്നോട് ചോദിക്കാണ്, ഇപ്പോ ഒരിക്കൽ ഏറ്റു പറഞ്ഞ പാപം പിന്നീട് ഒരിക്കലും എനിക്ക് ഏറ്റു പറയേണ്ടി വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റണ ആണത്തമുണ്ടോ നിനക്ക്? ഭയങ്കര ചോദ്യ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവകരുണ എന്തുകൊണ്ട് ലഭിക്കാതെ പോയി? ഇത്രമാത്രം ധ്യാനങ്ങള്, കൺവെൻഷനുകള്, ദൈവകരുണയുടെ തിരുനാളുകള്, കരുണയുടെ വർഷം, കരുണയുടെ ചില ആൾക്കാർക്ക് വിചാരമുണ്ട് ഒരു പള്ളിയിൽ കരുണയുടെ കവാടമുണ്ട്, ഏതാണ്ട് രണ്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ കവാടത്തിൽ കൂടെ കയറി ഇറങ്ങിയ പൂർണ്ണ ദണ്ഡവിമോചനം. വെറുതെ കാണിക്കണതാ, വെറുതെ പറയണതാ, കിട്ടൂല. ഈശോ പറഞ്ഞില്ലേ, ഇതുപോലെ ചെയ്യണം. നല്ലപോലെ കുമ്പസാരിച്ച് പാപത്തിന്റെ ചെറിയ കറ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്നെ വിശുദ്ധീകരിച്ച് യേശുവിനെ സ്വീകരിച്ച് ആ യേശുവിനോടൊപ്പം പിന്നീട് ഒരു പാപവും ചെയ്യാത്ത അവസ്ഥയിൽ നീ ജീവിക്കണം. നോർത്തോക്ക്, ഒരിക്കലും ഏറ്റു പറഞ്ഞ പാപം പിന്നീട് ഒരിക്കലും എനിക്ക് ഏറ്റു പറയേണ്ടി വന്നിട്ടില്ല. That means I did not commit it again. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റണ ആണത്തമുണ്ടോ ക്രിസ്ത്യാനി നിനക്ക്? നമ്മുടെയൊക്കെ സ്വഭാവം 2 പത്രോസ് 2:22 പറയുന്നുണ്ട്, കുളിച്ച പന്നി വീണ്ടും ചെളിയിൽ കിടന്ന് ഉരുളുന്നു, നായി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും തിന്നുന്നു എന്ന പഴമൊഴി നമ്മളെയൊക്കെ സംബന്ധിച്ച് ശരിയാണ്. നമ്മളൊക്കെ കുമ്പസാരം എടുത്ത് നോക്കിക്കോട്ടോ, ഒരു ഫോട്ടോസ്റ്റാറ്റാണ്, ഒരു മാറ്റമില്ല, 1-2 കൂടിയാലുള്ളൂ, ഒരു മാറ്റമില്ല. ഫോട്ടോസ്റ്റാറ്റ് എന്ന് തുടങ്ങിയ കുമ്പസാരം അന്നു മുതൽ ഇന്നു വരെയുള്ള കുമ്പസാരത്തെ ഒന്നെടുത്ത് പരിശോധിച്ചോ പ്രിയപ്പെട്ട മക്കളെ? ഒരു പാപമെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? ഇവിടെയാണ് മക്കളെ ദൈവകരുണ, ദൈവത്തിന്റെ നീതി. തമ്പുരാൻ അതല്ല പറഞ്ഞേ, അവന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് പോലും ഞാൻ നിരീക്ഷിക്കുന്നു. തമ്പുരാന്റെ കരുണ വെറുതെ ഒന്നും കിട്ടില്ല മക്കളെ. ആ കരുണ ലഭിക്കണമെങ്കിൽ ഈ നീതിയുടെ വിധിയാളനായ കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം ശരിയാണ്, ഇപ്പൊ തീരുമാനിച്ച് ഈ പറഞ്ഞ പോലെ ചുമ്മാ ഉടായ്പോരടിയൊന്നുമല്ല. പേരിന് കുമ്പസാരിച്ചു, ദൈവകരുണയുടെ ദിവസങ്ങളിൽ വലിയ ഒരുക്കത്തോടെ കുമ്പസാരിച്ചു, കരുണയുടെ തിരുനാൾ ആഘോഷിച്ചു, കുർബാന സ്വീകരിച്ചു, എനിക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ചുമ്മാ പറയണ്ട, ചുമ്മാ ചിന്തിക്കില്ല മക്കളെ. അതിനുശേഷം ജീവിതമുണ്ട്. അതാ ഈശോ പറഞ്ഞേ, സമാധാനത്തോടെ പോയിക്കൊള്ളുക, പൂർണ്ണ ദണ്ഡവിമോചനം നിനക്ക് തരുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കോ, പക്ഷെ മേലിൽ പാപം ചെയ്യരുത്. ആ ഒരു നീതിയുടെ ജീവിതം ജീവിക്കണം മക്കളെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കരുണ 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 എന്ന് പ്രഘോഷിച്ച് പാപബോധമില്ലാതെ ലാഘവത്വത്തോടെ ഒഴികഴിവ് പറഞ്ഞ് ഒന്നിനും പ്രാധാന്യമില്ലാതെ ഇന്ന് മനുഷ്യൻ ദൈവകാരുണ്യവാൻ. ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛന്മാര് പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതൊക്കെ തമ്പുരാൻ അറിയാടാവേ, കർത്താവ് എല്ലാവരും രക്ഷിക്കാനല്ല വന്നേ, കുരിശ് മരിച്ചില്ലേ, ഇനി കർത്താവ് അങ്ങനെ നമ്മൾ നരകത്തിലൊക്കെ ഉണ്ടോ? നരകത്തിൽ പറഞ്ഞുവിടോ? ഇല്ല, ക്ഷമിക്കുന്നേ, ദൈവകാരുണ്യവാനല്ലേ. ഇങ്ങനെയൊക്കെ പറയുന്ന ഉടായിപ്പേള്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ നിന്ന് ലാഘവത്വത്തോടു കൂടി നമ്മൾ എടുക്കരുത്. ഇവിടെ ദൈവം ഈശോ കൃത്യമായി പറയുക, പാപത്തിന്റെ പാപത്തിന് ചെറിയ കറയുള്ള ആത്മാവിനെ കർത്താവിന് സഹിക്കാൻ പറ്റില്ല. എന്നാൽ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വന്നാൽ ദൈവം സന്തോഷിക്കുന്നു, യേശു സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. അവിടെയാണ് ദൈവത്തിന്റെ കരുണ, നിലയില്ലാത്ത ദൈവത്തിന്റെ കരുണ നമ്മിലേക്ക് ഒഴുകുന്നതും ഈ ദൈവകരുണ സ്വന്തമാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നോർത്തോക്ക്, നമ്മുടെ ജീവിതം നിന്ന് പരിശോധിക്കി, നമ്മുടെ ജീവിതത്തിന്റെ ഈ മേഖലകളെ ഒന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് പരിശോധിക്കി. എങ്ങനെയുള്ളതായിരുന്നു എൻ്റെ ജീവിതം, ഇപ്പോൾ എങ്ങനെയുള്ളതാണ്? വീണ്ടും നമ്മള് ഒരു ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ പോവാ. നമ്മള് ദുഃഖ വെള്ളിയാഴ്ച മുതൽ നൊവേന ആരംഭിച്ചു. ഇപ്പോൾ ഇതാ ദൈവകരുണയുടെ കൺവെൻഷൻ നമ്മളെ പ്രിയപ്പെട്ട ചെക്കേന ചാനലിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് തരുക. ഈ കാലഘട്ടത്തില് അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ
ദൈവം സത്യമായ നിത്യജീവന്റെ വചനങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് തന്റെ കരുണ നമ്മിലേക്ക് ചൊരിയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ വിളിക്കുമ്പോ, പ്രിയപ്പെട്ട മക്കളെ, ഇനിയും നമ്മൾ ലാഘവത്വത്തോടും കൂടി നിസാരവൽക്കരിച്ച് ദൈവത്തിന്റെ ഈ കരുണയെ നമ്മൾ അവഗണിക്കല്ലേ, വിലയില്ലാതെ കുറച്ച് കാണല്ലേ, ഒരു ലാഘവത്വത്തോടു കൂടി സംസാരിക്കില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്ന് പരിശോധിക്കാം. ഒരിക്കൽ ഏറ്റുപറഞ്ഞ പാപം പിന്നീട് ഒരിക്കലും ഏറ്റുപറയാൻ ഇടയാകാത്ത വിധം എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്ന് ആ കരുണ സ്വന്തമാക്കി നീതിയോടെ ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പൂർണ്ണദണ്ഡ വിമോചനവും ഈ പൂർണ്ണമായ ദൈവത്തിന്റെ കരുണയും നിലയില്ലാത്ത കടല് പോലുള്ള ദൈവകാരുണ്യത്തിന്റെ ആഴങ്ങളിലേക്കും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ആനയിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞുണ്ട്, നിങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം നീ പാപത്തിൽ ജീവിക്കാനില്ല, എന്ത് തോന്നിയവാസവും കാണിക്കാനില്ല. ചില ആൾക്കാർ പറയും, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഏത് ക്രിസ്ത്യാനി? എന്ത് ക്രിസ്ത്യാനി? കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി സഭ വിട്ട് കൂദാശ വിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവള് പറയാ, ഞാൻ എന്റെ വിശ്വാസം ജീവിക്കും, ഞാൻ ക്രൈസ്തവ വിശ്വാസം ജീവിക്കും. അവൾ എന്ത് ക്രിസ്ത്യാനി? ദൈവത്തിന്റെ വചനം വിട്ട് കൂദാശ വിട്ട് അപ്പനെ അമ്മയുടെയും കണ്ണീര് വീഴ്ത്തി ശപിക്കപ്പെട്ടവളെ പോലെ ഇറങ്ങിപ്പോയിട്ട് അവൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോ എന്ത് ക്രിസ്ത്യാനി? ഇതാണ് ക്രിസ്ത്യാനി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി തീവ്രവാദ ഗ്രൂപ്പിൽ പോയി ചേർന്നു. എന്നിട്ട് അവള് പറഞ്ഞൊരു പ്രസംഗം നമ്മുടെ യൂട്യൂബിലും മറ്റും ഒത്തിരിയേറെ വന്നിട്ടുണ്ട്. അവള് പറയാ, ക്രിസ്ത്യാനികൾക്ക് എന്തു ചെയ്യാം, ഞങ്ങളുടെ ആൾക്കാർക്ക് അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല, ഞായറാഴ്ച വേണമെങ്കിൽ പള്ളി പോയാൽ മതി, കുമ്പസാരിക്കണമെന്ന് വലിയ നിർബന്ധമില്ല, ഇനി മദ്യപിക്കണവർക്ക് മദ്യപിക്കാം, ഇഷ്ടപ്പെട്ട ഏത് ഡ്രസ്സും ധരിക്കാം, എങ്ങനെയും ജീവിക്കാം. ചില ആൾക്കാരുടെ വിചാരം ഇങ്ങനെയാണ്, എന്തും കാണിക്കാവുന്ന ഒരു മതവിഭാഗമാണ് ക്രിസ്തീയ ജീവിതം. അല്ലെന്ന് വിശുദ്ധിയുടെയും ദൈവബന്ധത്തിന്റെയും ദൈവകൃപയുടെയും വചനത്തിന്റെ ഇതുപോലെ അടിസ്ഥാനമുള്ള പ്രമാണത്തിന്റെ ഇതുപോലെ കെട്ടുറപ്പുള്ള പാരമ്പര്യത്തിന്റെ വിശുദ്ധരുടെ ജീവിത മാതൃകയുള്ള ദൈവത്തിന്റെ കരുണയുടെയും നീതിയുടെയും സന്ദേശങ്ങൾ ഇതുപോലെ ജീവിക്കാൻ വേണ്ടി പ്രഘോഷിക്കപ്പെട്ട ഒരു സമൂഹം ഈ ലോകത്തിലില്ല മക്കളെ. എന്നാൽ കഷ്ടമേ എന്ന് പറയട്ടെ, ഇവിടെയൊക്കെ ലാഘവത്വം പുലർത്തി, ഇവിടെയൊക്കെ വെള്ളം ചേർത്ത് നാമും നമ്മുടെ സഭയും പൗരോഹിത്യവും സന്യാസ ജീവിതവും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തിന്റെ നീതിയെ മറന്ന്, എന്താ പൗലോസ് പറയാ, നിങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ അറിയണം മക്കളെ. കരുണയുടെ ലക്ഷ്യം അനുതാപത്തിലേക്ക് നയിക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ഈ വലിയ സ്നേഹം, ഈ വലിയ കരുണ, ഇനി ചില ആൾക്കാർ പറയും ഇതൊക്കെ കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും പാപം ചെയ്തവരൊക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നു? അവർക്കൊരു കുഴപ്പമില്ല. എന്താ പറയാ, ഒത്തിരി കാര്യങ്ങൾ. ചിലപ്പൊക്കെ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പറയാണ്, മിശ്രവാഹം ചെയ്ത് വീട്ടിൽ കയറി താമസിക്കണ്ട്, അവർക്കൊരു കുഴപ്പമില്ല. കൂദാശയില്ലാതെ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഒരുമിച്ച് താമസിക്കണ്ട്, അവർക്കൊരു കുഴപ്പമില്ല. നമ്മൾ മര്യാദക്ക് ജീവിക്കുന്ന ടീമുകൾക്ക് കുഴപ്പം എന്നൊക്കെ ആളുകൾ പറയണ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ കാരുണ്യം കുറച്ച് സമയം നൽകിയിരിക്കുന്നുള്ളൂ. വിശുദ്ധ പത്രോസ്ലീഹായുടെ 2-ാം ലേഖനത്തില് 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തില് പൗലോസ് പറയാണ്, പത്രോസ്ലീഹ പറയുകയാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ.
കാലദൈർഘ്യമേ, കുറച്ച് സമയം. ഞാൻ അതുകൊണ്ട് പറയും, നീ പാപം ചെയ്ത് തോന്നിവാസം ജീവിച്ച് ദൈവത്തിന്റെ നീതിയെ അവഗണിച്ച് ദൈവം ക്ഷമിക്കുമെന്ന് കരുതി കരുണയാണെന്ന് പറഞ്ഞ് നീ ജീവിച്ചാൽ ഓർത്തോ, എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവാണ്. ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് ഒരു കാലവിളംബം, കുറച്ച് സമയം തരും. ഈ സമയം എന്ന് പറഞ്ഞ വീണ്ടും വീണ്ടും കഠിന ഹൃദയത്തോടെ അനുതപിക്കാതെ പശ്ചാത്തപിക്കാതെ കർത്താവ് കാരുണ്യവാനാണെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നീതിയുടെ കരം അവന്റെ മേൽ വന്നു വീഴും. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ അനുഭവത്തില് ഈ തമ്പുരാന്റെ വചനം വിട്ട് കൂദാശയുടെ ചൈതന്യം വിട്ട് ആരൊക്കെ ലാഘവത്വത്തോടു കൂടി പടിയിറങ്ങി പോയിട്ടുണ്ടോ? കൂദാശ വിട്ടോ, സഭ വിട്ടോ, പൗരോഹിത്യം വിട്ടോ, പൗരോഹിത്യത്തിന്റെ അന്തസ്സ് വിട്ടോ, ദാമ്പത്യത്തിന്റെ അന്തസ്സുണ്ട്, ചൈതന്യമുണ്ട്, അവിഹിത ബന്ധം, വ്രതബദ്ധമായ ജീവിതം ലംഘിച്ച് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. മദ്യപിച്ച് ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയ അഭിഷിക്തരുണ്ട്. ഒരു പരിധി വിട്ട് പോവില്ല, ഒരു പരിധി വിട്ട് ജീവിക്കാൻ പോവില്ല, പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ കരുണ അവർക്ക് സമയം കൊടുക്കും. എന്തിനാണെന്നറിയോ? ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന സമയം. അതിൽ അഹങ്കരിച്ച് എനിക്കെന്ത് പറ്റി, എനിക്കെന്ത് സംഭവിച്ച്, എനിക്കെന്തോ കുഴപ്പം, ഞാനിങ്ങനെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അവസ്ഥയാണെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, അത് അധികം നാള് നീണ്ടു പോകത്തില്ല. കർത്താവിന്റെ നീതിയുടെ കരം അവന്റെ മേലും അവളുടെ മേലും ആ കുടുംബത്തിന്റെ മേലും ആ പുരോഹിതന്റെ മേലും ആ സന്യസ്തയുടെ മേലും സഭയുടെ മേലും അധികാരത്തിന്റെ മേലും ആ നീതിയുടെ കരം വന്ന് പതിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവകരുണയുടെ ഈ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇന്ന് കർത്താവ് ശക്തമായ സന്ദേശമാ നമുക്ക് നൽകിയ. ദൈവം കാരുണ്യവാനാ, അതിൽ മാറ്റമില്ല. പക്ഷെ കരുണ സ്വന്തമാക്കണമെങ്കിൽ ഞാനും നീയും എടുക്കേണ്ട തീരുമാനത്തിന്റെ പ്രാധാന്യം വളരെയേറെ വലുതാണ്. അതുകൊണ്ട് നല്ലപോലെ ഒരുങ്ങി ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞു, എന്റെ വൈദികരോട് പറ, അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് ദൈവത്തെ നയിച്ച് കുംഭസാരം എന്ന കൂദാശയിലേക്ക് ദൈവജനത്തെ നയിച്ച് എന്റെ വൈദികരോട് പറയാ, കുംഭസാരത്തിലിരിക്കെ അനേകം മക്കളെ കുംഭസാരിപ്പിച്ച് ഈ കരുണ സ്വീകരിക്കാൻ വേണ്ടി സന്ദേശങ്ങൾ കൊടുത്ത് മാനസാന്തരത്തിന്റെ അനുതാപത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ച് അനുതാപത്തിലേക്ക് നയിച്ച് കുംഭസാരം മണിക്കൂറുകൾ ഇരുന്ന് കുംഭസാരിപ്പിക്കാനാണ് വൈദികരോട് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈ ദൈവകരുണയുടെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ വലിയ സന്ദേശം. പ്രിയപ്പെട്ട മക്കളെ, ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ തിരിച്ചുവരവ്. ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ മാനസാന്തരം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തില് ആ ധൂർത്തപുത്രൻ സുബോധത്തോടെ തിരിച്ചു വന്നു. അപ്പൻ അവനെ തേടി പോയില്ല. കാരണം അവൻ സ്വന്തം മനസ്സ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇറങ്ങിപ്പോയതാ. ഓരോ പാപവും, ഓരോ തിന്മയും, ഓരോ പ്രമാണ ലംഘനവും ഞാനും നീയും വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനം. ആ തീരുമാനത്തില് നിനക്കറിയാം, മനസാക്ഷിയില്, ദൈവസ്വരത്തില്, വചനത്തില്, നിന്റെ വേദനയില്, നിന്റെ തകർച്ചയില്, സഭയുടെ സ്വരത്തില് ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ശരിയല്ല, ശരിയല്ല, ശരിയല്ല. അത് നീ കേൾക്കണം. അതിനനുസരിച്ച് ഈ കരുണയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിങ്കിലേക്ക് ഓടി അണയുവാൻ നമുക്കിടയാകണം. നമുക്കിന്ന് ഈ ലോകത്തിന് മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ കരുണയിലേക്ക് തിരിയാൻ പറ്റാത്ത വിധം കഠിനമായി പോയ കഠിന പാപികൾ, മ്ലേച്ഛതയിലും ഒത്തിരി അശുദ്ധിയിലും ലഹരിക്കും അടിമപ്പെട്ട് തമ്പുരാനിലേക്ക് തിരിയാൻ പറ്റാത്ത വിധം നടു ഒടിഞ്ഞു കിടക്കുന്ന അനേക മക്കളുണ്ട്. ആ മക്കളെ കർത്താവിന്റെ കരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ ഈശോ തൻ്റെ മക്കളായി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്.
ആദ്യം നമ്മൾ ഓരോരുത്തരും ഈ കേട്ട സന്ദേശങ്ങൾക്കനുസരിച്ച് ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് മേലിൽ പാപം ചെയ്യൽ തീരുമാനിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പ്രാശ്ചിത്തം ചെയ്ത് കരുണയുടെ പ്രവൃത്തികൾ ചെയ്ത് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക. ഈ കരുണയിലേക്ക്, ഈ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് നമ്മെ മുക്കുക. എന്നിട്ട് ഈശോയെ സ്വീകരിച്ച് ഈശോയോട് കൂടെ ജീവിക്കുന്ന ഒരു ജീവിതത്തിന് അടിസ്ഥാനമെടുക്കുക. ജീവിതം അടിസ്ഥാനമില്ല, ജീവിതമാക്കി മാറ്റ്. എന്നിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എല്ലാ കഠിന പാപികളെ, അത് ഈശോയുടെ മനസ്സാ. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പലവട്ടം പറഞ്ഞ കാര്യ, കഠിന പാപികളെ ആര് കൊണ്ടുവന്ന് ഈ കരുണയിലേക്ക് സമർപ്പിക്കും? ഈശോ പറയുന്നുണ്ട് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ, മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് കടന്നു വരാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഞാനും നീയും ഈ മനുഷ്യവർഗം എന്ന് പറയുമ്പോ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിമുകളും എല്ലാ നാനാജാതി മതസ്ഥരും എല്ലാ പാപികളും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രസ്ഥാനവും കമ്മ്യൂണിസവും എല്ലാ മക്കളും മനുഷ്യവർഗം മുഴുവനും പറയാ, എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഈ ദൈവകരുണ, നിലയില്ലാത്ത ദൈവകരുണ കടലിലേക്ക് എല്ലാ പാപികളെയും എല്ലാ മേഖലകളിലുമുള്ള എല്ലാ മതത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, പ്രസ്ഥാനങ്ങളുടെ, പ്രത്യയശാസ്ത്രങ്ങളുടെ, നിരീശ്വരത്വത്തിന്റെ, യുക്തിവാദത്തിന്റെ, പിശാചിനെ ആരാധിക്കുന്ന ബ്ലാക്ക് മാസ് പോലുള്ള ഫ്രീമേസൺസ് ഉള്ള ന്യൂ ഏജ് ഗ്രൂപ്പുകളെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട മക്കളെയും കർത്താവിന്റെ കരുണക്കടലിലേക്ക് കൊണ്ടുവന്ന് ആഴ്ത്തുക എന്നുള്ളത് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വലിയ സന്ദേശമാണല്ലോ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ചെയ്യേണ്ട കാര്യങ്ങളെ അറിയാം. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല മക്കളെ. ഇങ്ങനെയൊക്കെ ജീവിക്കാന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് തമ്പുരാന്റെ കൃപ വേണം. ഈ കൃപയും ഈ കരുണക്കടലിൽ ഈശോ തരുന്നുണ്ട് നമുക്ക്. അതിനു മുമ്പ് നമ്മുടെ നല്ല തീരുമാനമായിരിക്കണം. നല്ല തീരുമാനം. തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ കാണും. അപ്പൊ ശരിക്കും എനിക്ക് പാപം ചെയ്യണ്ട, എനിക്ക് വിശുദ്ധി ജീവിക്കണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് ഈശോയെ അങ്ങയുടെ മോനായി ജീവിക്കണം, അങ്ങയുടെ മോളായി ജീവിക്കണം, ഈ പാപസുഖം എനിക്ക് വേണ്ട, പാപത്തെ ഞാൻ വെറുക്കുന്നു, ഇതൊക്കെ ശരിക്കും അങ്ങോട്ട് പറഞ്ഞിട്ട് ഉള്ളിൽ അങ്ങോട്ട് ആഗ്രഹിക്കണം, തീരുമാനിക്കണം. അത് എനിക്കും നിനക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തമ്പുരാൻ പോലും വിചാരിച്ച ഒരാൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞേ, എന്നെ കൂടാതെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്, നിന്നെ കൂടാതെ എന്നെ കൂടാതെ എന്നെയും നിന്നെയും രക്ഷിക്കാൻ സാധ്യല്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായ തീരുമാനം അതൊന്ന് ശരിക്കും ഒന്ന് ആക്കിയെടുത്തേ. ആത്മാർത്ഥമായ തീരുമാനം. ചത്താലും ഞാൻ പാപം ചെയ്യില്ല, മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യില്ല. ഏത് പാപ സാഹചര്യം പ്രലോഭനങ്ങൾ വന്നാലും ഞാൻ എന്നെ പാപത്തിനും ഈ പ്രലോഭനത്തിനും വിട്ടുകൊടുക്കില്ല. ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകത്തില്ല. സഭ വിട്ട്, കൂദാശ വിട്ട്, പാരമ്പര്യം വിട്ട്, തെറ്റായ സ്നേഹത്തില് ഞാൻ ഇറങ്ങിപ്പോകത്തില്ല. ഏതെങ്കിലും അവസ്ഥയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നീ മോചനം പ്രാപിക്കുക. പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുക. കർത്താവിന്റെ മോനാണ് നീ, കർത്താവിന്റെ മോളാണ് നീ. കർത്താവിന്റെ കരുണക്കടലിലില്ലാതെ രക്ഷ പ്രാപിക്കാൻ, സമാധാനം പ്രാപിക്കാൻ ഈ ലോകത്തിൽ ആർക്കുമേ അകത്തില്ല. ഈ സത്യം അറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ ഈ കരുണയിലേക്ക് തിരിയാനാണ് ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ഓടി വന്ന് കിട്ടുന്ന കാര്യമല്ല. ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇന്ന് ദൈവമക്കള് സഭയിലും പല മേഖലകളിലും ദൈവം കരുണയാണ് കരുണയാണ് കരുണയാണെന്ന് പറഞ്ഞ് കരുണയുടെ പേരിൽ ഒത്തിരി ഒഴിക്കഴിവും ലാഘവത്വവും വലിയ തീരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അത് തന്നെ നമ്മുടെ സഭയെ, വിശ്വാസത്തെ, ജീവിതത്തെ നശിപ്പിച്ചു. മാത്രമല്ല ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടാതെ പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പ്രഘോഷിക്കണം, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പറയണം. അതിൽ കേന്ദ്രീകൃതമാണ് ദൈവത്തിന്റെ കരുണ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവം നീതിമാനാണ്. ആ നീതിയുടെ
കാലഘട്ടത്തിന് മുമ്പ്, നീതിയുടെ വിധിക്ക് മുമ്പ് ദൈവം തന്റെ സ്നേഹത്തിൽ തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന സമയമാണ് ദൈവകരുണയുടെ സമയം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ കരുണയുടെ സമയമൊക്കെ ഏകദേശം കഴിയാറായ പോലെ. കാലഘട്ടത്തിന്റെ അടയാളങ്ങളൊക്കെ ഒന്ന് ശരിക്കും വായിച്ചു പഠിച്ചോ. കരുണയുടെ കാലഘട്ടം, മഹാമാരി എത്ര നാൾ നീണ്ടു നിന്നു, ലോകം മുഴുവനെ സ്വാധീനിച്ചു. ഇതൊക്കെ ഒരു അടയാളമാണ്. പറഞ്ഞില്ലേ, അടയാളങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, തകർച്ചകളിലൂടെ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാറുന്നു. ഇനിയും പഠിച്ചില്ലെങ്കിൽ കർത്താവിന്റെ നീതിയുടെ വിധി നമുക്ക് വിദൂരത്തല്ല എന്ന സത്യം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ട് ഈ കരുണയിലേക്ക് നമുക്ക് തിരിയാം. നമുക്ക് ഇതൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് നമ്മെ ഈ ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം.